മിക്സിയുടെ ജാറോട് കൂടി വന്ന് അടിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ പേരക്ക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുണ്ടോ ഇവിടെ നമ്മുടെ ഓഫീസിൽ നിന്ന് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കുറെ ആൾക്കാർ കുറെ പേരക്കയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് അവരുടെ ഇന്ന് കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ മേടിച്ചു പേരക്ക ജ്യൂസ് ഓർ ഷേക്ക്, ഇതിലേതെങ്കിലും ഇന്ന് നമ്മളൊന്ന് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാടൻ പേരക്ക വെച്ചിട്ടും നമ്മളൊന്ന് ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് ഷേക്ക് എടുക്കണ്ട, നമുക്കത് ഷേക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് നേരെ ഷേക്ക് ഉണ്ടാക്കാൻ പോകും. ഗൈസ് കം ഗൈസ്, ഇന്ന് നമ്മുടെ പേരക്ക നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യണം. നമുക്കിത് മൊത്തം എടുക്കുന്ന ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, വെറുതെ ആവശ്യം എടുക്കുന്നത്. ഇതെങ്ങാണ് ബ്ലോക്കായി പോയാൽ പോയി നല്ല ചീറ്റുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം കേട്ടോ. ഇത് അവരുടെ തമിഴ്നാട്ടിലെ തോട്ടത്തിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ അവിടെ എപ്പോഴും നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞത് അവർക്ക് തമിഴ്നാട്ടിൽ തോട്ടമുണ്ട്, അവരൊക്കെ ഈ പാട്ടത്തിനൊക്കെ തോട്ടം എടുക്കും. നമ്മൾ പണ്ട് നമ്മുടെ പൊള്ളാച്ചിയിലെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തെങ്ങിൻ്റെ കൃഷിയെ പറ്റി. കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പൊള്ളാച്ചിയിലെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാകും. അതിനകത്ത് പറയുന്നുണ്ട് അവർ ഈ തെങ്ങൊക്കെ പാട്ടത്തിൽ നിൽക്കുന്ന പോലെ ഇവർ ഈ പേരക്കയൊക്കെ അതിൻ്റെ തോട്ടമൊക്കെ എടുത്തിട്ട് കായൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ കേരളത്തിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവർ കൂടുതൽ ചെയ്യുന്നത്. പളനിയിലൊക്കെ പോകുകയാണെങ്കിൽ ഇവിടുത്തുള്ളതൊക്കെ എനിക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇവർ കേരളത്തിലൊക്കെ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ഞാൻ നോക്കിയിട്ട് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പല മുക്കിനും മൂലയ്ക്കൊക്കെ ഒരു ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ സ്ഥലത്ത് വരുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അവരുടെ തോട്ടത്തിൽ നിന്നൊക്കെ കിട്ടിയ നല്ല അടിപൊളി പേരൊക്കെയാണ് കേട്ടോ. പൊള്ളച്ചിലൊക്കെ പോകുന്നൊക്കെ അറിയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് എന്തുവാ കീടനാശിനികൾ അങ്ങനെയൊക്കെ ചേർക്കുന്നതാണ്. ഇതിനകത്ത് അങ്ങനത്തുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല തോട്ടത്തിൽ നിന്ന് തന്നെ അവർ പിച്ചിക്കൊണ്ട് വരുന്നതാണ്. ഞാനത് ഇല്ലെന്ന് പറയാൻ കാരണം അന്ന് പൊള്ളാച്ചി പോയപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു അവരുടെ ആ കൃഷി രീതികളൊക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ സോറി ഞാൻ ശബ്ദമില്ല, നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി വരും. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് ജ്യൂസ് അടിക്കാൻ പോയി. ജ്യൂസ് അടിക്കണോ ഷേക്ക് അടിക്കണം? നമുക്ക് ഷേക്ക് അടിക്കാൻ എന്തായാലും നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ഇത് ക്ലീൻ ആക്കുന്നതാണ്. നമുക്ക് ഈ ക്ലീൻ ആക്കിയിട്ട് വരാം. ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ആൾക്കാരാണ് ഇവിടെ അണിനിരക്കുന്നത് നിങ്ങൾ നോക്കണം. ഇതിനിടയിൽ കൂടെ ഞങ്ങളുടെ വായിൽ കൂടെ പേരൊക്കെയായിട്ട് വായിൽ കൊതിക്കുന്നില്ല. നമ്മൾ നന്നായിട്ട് ഇതിന്റെ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തൊലിക്കകത്ത് വിറ്റാമിൻ A to Z വരെ ഉണ്ടെന്നാണ് ആരൊക്കെയോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തൊലി കളയുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് അരിയണം. ഇവിടെ നോക്കുകൂലിക്ക് ആർക്കും പൈസ കൊടുക്കണം കേട്ടോ. നോക്കുകൂലിക്ക് ആളുണ്ട് കേട്ടോ, പണിയാൻ മാത്രം ആളില്ല. ബിഹൈൻഡ് ദ ക്യാമറാമാൻ പുറകിലുണ്ട്. നമ്മുടെ ക്യാമറാമാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ക്ഷീണമാകട്ടെ ഞങ്ങൾ ഞാൻ എനിക്ക് കഴിക്കുമ്പോൾ ഞാൻ തൈടിക്കുന്നവർക്ക് വെള്ളത്തിൽ കൊടുക്കണമല്ലോ. വീഡിയോ എടുക്കുന്നവരുടെ ഭാഗ്യം വീഡിയോ കാണിക്കാൻ വേണ്ടി. അയ്യോ, ക്യാമറാമാന് കൊടുത്തില്ല. അങ്ങനെ നമ്മുടെ ഷേക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇത്രയും പേരൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷേക്ക് ഒരു വെറൈറ്റി ഷേക്ക് ആയിരിക്കും, നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ അല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സംഭവമാണ്. ഞാൻ ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു മുന്തിരി സർബത്തിൻ്റെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തുവായിരുന്നു അതിൻ്റെ പേര്, ഞാൻ തന്നെ മറന്നുപോയി. ആ ഒരു മുന്തിരിയുടെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പം ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷേക്കിന് വേണ്ടിയിട്ട് നമ്മുടെ പേരക്കയൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടുണ്ട്. ദൈവം ഈ ബ്ലേഡ് ചീത്തയാവില്ല. ഓക്കെ, ഇനി നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന പേരക്ക എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സിയിലടിക്കണം. ഇതേ പേരക്ക ഇച്ചിരി കട്ടിയുള്ള സാധനമായിട്ട് നമ്മൾ കുറച്ചിട്ട് അടിക്കണേ, അല്ലെങ്കിൽ ഈ പ്ലേറ്റ് അടിച്ചു പോകും. അങ്ങനെ നമ്മുടെ പേരക്ക നമ്മൾ ഫസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷമാണ് ഇനി നമ്മുടെ കഥ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മളിതിനകത്ത് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് നമ്മുടെ ഹോർലിക്സ് ഉണ്ട്. വെറും 10 രൂപയുടെ ഹോർലിക്സ് ആണ്, 10 രൂപയുടെ ഹോർലിക്സ് മാത്രമാണ്. പിന്നെ നമ്മളൊരു പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടിക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പാൽപ്പൊടിയും ഹോർലിക്സും ഒക്കെ ആകുമ്പോൾ. ഷേക്കിനകത്ത് ഓൾറെഡി ചേർക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ ചതച്ച് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേരക്കയിലോട്ട് നമ്മൾ എന്ത് വേണം, നമ്മുടെ ഹോർലിക്സ് അങ്ങോട്ട് ചേർക്കണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരെ ഈ നമ്മുടെ അടുത്ത ഹോർലിക്സ് ഇടാൻ വേണ്ടി പോവുകയാണ്. ഒരു വഴിക്ക് പോകുന്നില്ല, കുറച്ച് കിടക്കട്ടെ. ഓക്കെ, ഇത് കിടക്കട്ടെ.
അതിനുശേഷം നമ്മൾ നമ്മുടെ പാൽപ്പൊടിയും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇത് തട്ടിക്കൂട്ടിയുള്ള സാധനമാണ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ ഒരു സംഭവങ്ങളൊക്കെ ചേർക്കുന്നത് വളരെ വളരെ അടിപൊളിയായിട്ടൊരു സാധനമാണ്. കാരണം ഓൾറെഡി നമ്മളൊരു മുന്തിരി സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിളിബോയ് സർബത്ത് അതാണ് എൻ്റെ പേര്. ആ കിളിബോയ് സർബത്തിനകത്ത് നമ്മൾ ഈ പാൽപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ബഹുത്ത് ഹച്ചാഹി. പാലും കൂടെ ചേർത്ത് അടിക്കാൻ വേണ്ടി പോവുകയാണ്. പാൽപ്പൊടിയും പാലും നിങ്ങൾ എടുക്കുന്നതല്ല, ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ്. അത് കട്ട് ചെയ്തേക്കാം. ഗൈസ്, ഇനി നമ്മൾ പാലൊഴിക്കാൻ വേണ്ടി പോവുകയാണ്. പാലൊഴിച്ചിട്ട് വേണം ഇത് ഒന്നും കൂടെ ഒന്ന് നല്ല അടിപൊളിയാക്കി എടുക്കാൻ. ഓക്കെ, ഇപ്പം നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട്. അല്ല, ഫസ്റ്റ് നമുക്ക് കുറച്ചൊഴിക്കാം കേട്ടോ പാല്. നമ്മൾ പാലൊന്ന് കുറുകുന്ന വരെ നമ്മളിങ്ങനെ ഒഴിച്ചൊഴിച്ച് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അതിനോടൊപ്പം വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചസാര ചേർത്തില്ല. പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള പഞ്ചസാര നിങ്ങൾ ഇടുക. ഞാൻ ഏകദേശം ഒരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 4 സ്പൂൺ മതി. മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ചും കൂടെ പാലെടുത്ത് ഒഴിക്കേണ്ട ആവശ്യകത ഇതിലുണ്ട്. നമ്മുടെ പാലും കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതൊരു ഷേക്ക് പോലെ ആയി വരത്തുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം. ഈശ്വര, എല്ലാവരും കഴിക്കണേ. ഫൈനലി നമ്മൾ നമ്മുടെ പേരക്ക ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. പച്ച കളറെല്ലാം പോയിട്ട് ഇപ്പോൾ ഒരു നമ്മുടെ ഷേക്കിൻ്റെ ഒരു കളറായിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്തതാണ് അടുത്ത കടമ്പ. എല്ലാവരും മറുപ്പിക്കൊള്ളും ഗൈസ്. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടിയാണ്. ഫസ്റ്റ് നമ്മൾ ഇച്ചിരി പാലൊഴിക്കണം. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് എല്ലാ മൂലയ്ക്കും ആകുന്ന രീതിയിലെടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഷേക്ക് ഉണ്ടല്ലോ, അൽഖയ്ദ ഷേക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം. കണ്ടോ, ആ ഒരു പാലൊഴിച്ചപ്പോൾ ഉള്ളൊരു ഇത് കണ്ടില്ലേ? കണ്ടോ ഗൈസ്, കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ കുറച്ച് തിരിച്ചു വെച്ചോടി. ഇനി കുറച്ച് ഹോർലിക്സ് നമ്മൾക്ക് ഇതിനുള്ളിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അവിടെ നല്ല സ്ഥലമല്ലേ, നമുക്കത് ചോദിക്കാം. അതിനുശേഷം ഇതെല്ലാം മാറ്റി വെക്കട്ടെ. അതിനുശേഷം നമ്മൾ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഡെക്കറേഷൻ അലങ്കാരപ്പണിയാണ് കേട്ടോ. അലങ്കോലപ്പണിയാവും മിക്കവാറും ഇത്. ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാല്ലേ? നോക്കൂ ഗൈസ്, നോക്കൂ. എവിടെയായിട്ടില്ലേ? അങ്ങനെ നമ്മുടെ പേരക്ക ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നോക്കൂ, അടിപൊളിയായിട്ടില്ലേ? ഞാനൊരു പേരക്കൊക്കെ എടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഇനി ഷേക്ക് റെഡി ആയാൽ മാത്രം പറയും ടേസ്റ്റ് ചെയ്തിട്ട് ഇത് അഭിപ്രായം ഉണ്ടെന്ന് പറയാം. ഞാൻ ടേസ്റ്റ് പാല് മാത്രമേ വരുന്നുള്ളൂ. കൊള്ളാം ഗൈസ്. പ്രഭു കൊള്ളാം. സംഭവം വെച്ചാൽ ഇച്ചിരി മധുരം ആകാമായിരുന്നു എനിക്ക് തോന്നി. ഞാൻ കുറച്ച് മനസ്സിലായിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒരു മധുരത്തിൻ്റെ ഒരു കുറവ് നോക്കണം കേട്ടോ. ബാക്കി എല്ലാം ഓക്കെയാണ്. ബാക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പേരക്കയുടെ ഷേക്ക് കഴിക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കും ഗൈസ്, നിങ്ങൾ അങ്ങോട്ട് നോക്കും. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട്? കണ്ട ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നല്ലോ. ഈ നാട്ടുകാരെ എടുക്കും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നത്. പറയൂ, എങ്ങനെയുണ്ട്? കൊച്ചിൻ്റെ മുഖം നോക്കും. അത് ക്ലോസപ്പിൽ എടുക്കണം കേട്ടോ ഗൈസ്. കൊള്ളാം കേട്ടോ, കൊള്ളാം. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു മധുരത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. മധുരം എന്ന് വെച്ചാൽ മധുരം ഇല്ലാതൊന്നും ഇല്ല, മധുരം ഉണ്ട്. ഒരു ഇച്ചിരിയോടെ മധുരമായ കുറച്ചും കൂടി തന്നെ. പിന്നെ ഞാൻ കുറച്ച് മധുരം എടുത്തോളൂ കേട്ടോ. ഇനി നമ്മുടെ നമ്പൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യം ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ, അപ്പോൾ വീഡിയോ റെക്കോർഡായില്ല. പിന്നെ രണ്ടാമത് അഭിനയിക്കുക ഞങ്ങൾ. പറഞ്ഞു എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? എന്ത് പ്രശ്നം? മധുരത്തിൻ്റെ അല്ലേ പ്രശ്നം? പ്രശ്നമല്ല അത്. പക്ഷെ സംഭവം ടേസ്റ്റാണ്. ഇച്ചിരിയുടെ മധുരമായിരുന്നേ കുറച്ചുകൂടെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ചെയ്യുമ്പോൾ കേട്ടോ മിക്സിയുടെ ജാറോട് കൂടി വന്ന് അടിക്കുകയാണ്. കാരണം സംഭവം അത്ര പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഹോർലിക്സും നമ്മുടെ ഒരു പാൽപ്പൊടി, പിന്നെ പാല് നമ്മൾ കട്ടിയാക്കിയായിരുന്നെങ്കിൽ നമ്മുടെ എന്താ ഷാർജയൊക്കെ വരത്തില്ല, അതുപോലെ തന്നെ. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടാകണം. ഞാൻ തണുപ്പ് കുറച്ചെടുത്തേക്കുന്നത് കേട്ടോ. അതെ
അപ്പോൾ എന്തായാലും നമ്മുടെ ഷേക്ക് അടിപൊളിയാണ്. എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളിയുണ്ട്. കഴിച്ചിട്ട് എല്ലാവർക്കും അടിപൊളിയാണ് കേട്ടോ. ആദ്യമായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ഷേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ജസ്റ്റ് കമൻറ്റ് ഒന്ന് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ആദ്യം വീഡിയോ കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അല്ല ലാസ്റ്റ് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്. പോട്ടെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ വരുന്നത്. ഓക്കെ, ബൈ ബൈ, സീ യു. തെല്ലു തിന്നവളെ ഒന്ന് ചാറ്റ പറ. ശരി, ചാറ്റ.